ഫയൽ അദാലത്തിനായി യോഗം വിളിച്ച് മുഖ്യമന്ത്രി. വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 11:30 യോഗം വിളിച്ചത്. ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് അദാലത്ത്. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വലിയ രീതിയിൽ ഫയലുകൾ കുന്നുകൂടുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായിട്ടാണോ ഫയൽ അദാലത്ത് യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്? തുടർന്നുള്ള നടപടികൾ എപ്രകാരമായിരിക്കുമെന്നുള്ളത് ഈ യോഗ തീരുമാനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ടോ? മനുഷ്യരുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് ഫയലുകളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വിവിധ വകുപ്പ് മേധാവികളുടെ ആസ്ഥാനങ്ങളിലുമൊക്കെയായി ഇങ്ങനെ കൂടിക്കിടക്കുന്നത്. അത് കുറേ കാലമായി ഫയലുകൾ തീർപ്പാക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. പക്ഷേ ഒന്നും നടപ്പിലാകാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനേറ്റത് വലിയ തിരിച്ചടിയാണ്. ആ തിരിച്ചടിയേറ്റ സമയത്താണ് ഇത്തരത്തിൽ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാരിനും വകുപ്പുകൾക്കും ഉണ്ടാകുന്ന വീഴ്ചകളെ പറ്റിയുള്ള വിമർശനങ്ങൾ വീണ്ടും സജീവമായതും വീണ്ടും ഒരു ഫയൽ അദാലത്ത് പോലെയുള്ള ഒരു നടപടിക്രമവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്. മെയ് 31 വരെ വിവിധ വകുപ്പുകളിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ തീരാതെ കിടന്ന ഫയലുകളാണ് ഈ അദാലത്തിലൂടെ തീർപ്പാക്കുക. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആയിരിക്കും ഈ അദാലത്ത് നടത്തുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വകുപ്പ് സെക്രട്ടറിമാരുടെയും ചീഫ് സെക്രട്ടറിയുടെയും വിവിധ സ്ഥാപന മേധാവികളുടെയും യോഗം വിളിച്ചത്. ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒന്ന്, ഇത്തരമൊരു ഫയൽ അദാലത്തിൻ്റെ ആവശ്യകത എന്തെന്നുള്ളതാണ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇത് സംബന്ധിച്ച ഏത് രീതിയിൽ ഈ ഫയൽ അദാലത്തുകൾ നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം നൽകുക. മൂന്നാമത്, വകുപ്പ് മേധാവികൾക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും ഒക്കെ ഇത്തരത്തിൽ അദാലത്ത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളും സമർപ്പിക്കാം എന്നുള്ളതായിരുന്നു ഇന്ന് ചേർന്ന യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത്. ഇപ്പോൾ ആ യോഗം സമാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ 11:30 ആരംഭിച്ച യോഗം ഇപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം അത് അവസാനിച്ചിരിക്കുന്നു. ഇനി ഈ യോഗം സംബന്ധിച്ചൊരു ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ പല കാലത്തും നിലനിന്നിരുന്നത് സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൻ്റെയൊക്കെ ഒരു പ്രവർത്തനങ്ങളിലെ പോരായ്മ തന്നെയാണ്. പ്രത്യേകിച്ച് പല ദിവസങ്ങളിലും ഈ രീതിയിൽ സമരം നടത്താനും അല്ലെങ്കിൽ സർക്കാരിൻ്റെ പരിപാടികൾ നടത്താനുമൊക്കെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ പുറത്തു പോകുന്നൊരവസ്ഥയുണ്ടാകുന്നു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെയൊക്കെ സമ്മേളനം നടക്കുമ്പോൾ ആ സമയങ്ങളിൽ ആ വകുപ്പുകളിലൊക്കെ പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിലെ നല്ലൊരു ശതമാനം കസേരകളും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പല പ്രവർത്തികളും നടക്കാതെ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് ഈ ജീവനക്കാരുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ പലവിധമായ പരിപാടികളിലൊക്കെ പോകുന്നതിന് വേണ്ടിയൊക്കെ ജീവനക്കാർ ഒരുപാട് സമയം ജോലി സമയം തന്നെ പുറത്ത് ചിലവഴിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒട്ടനവധി ഫയലുകൾ, ആയിരക്കണക്കിന് ഫയലുകൾ ഈ പറയുന്ന രീതിയിൽ വിവിധ വകുപ്പുകളിൽ കുന്നുകൂടി കിടപ്പുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടി കൂടി, ഭരണവിരുദ്ധ വികാരമൊക്കെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഈ രീതിയിലുള്ളൊരു ഫയൽ അദാലത്ത് സർക്കാർ വിളിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അത്തരമൊരു ഫയൽ അദാലത്തിലൂടെ സർക്കാർ മുന്നോട്ട് പോകുന്നതും ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിലൊക്കെ ഉള്ളൊരു പാഠം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. എന്തായാലും ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് ഫയൽ അദാലത്ത് നീണ്ടു നിൽക്കുക. സെക്രട്ടേറിയറ്റിലെയും വിവിധ വകുപ്പുകളിലെയും മെയ് 31 വരെ കെട്ടിക്കിടക്കുന്ന എല്ലാ ഫയലുകളും തീർപ്പാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഫയൽ അദാലത്ത് നടത്തുന്നത്. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.